ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് ഇത് തീർന്നില്ലേ? ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. എങ്കയോ കേട്ട കുറൽ ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കും. സമാധി സമാധി സമാധി. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഗോപന് മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും, തന്നെ എനിക്ക് അലർച്ചി. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. എങ്ങനെ കാണിച്ചു തരാം? ഞാനെണ്ണില്ല. ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഈ ജീവസമാധി എന്ന് പറയുമ്പോ ഈ പാടുകളൊന്നും പ്രശ്നമല്ല, അങ്ങനെ വരുമെന്നാണ് പറയുന്നത്. അല്ല ഇതേ അതായത് മറ്റേ ഇതില്ലടാ, പറഞ്ഞോളൂ. അത് കൊച്ചിലെ ഉണ്ടായിരുന്നു അച്ഛന് പാടുകളെല്ലാം. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. മുഖത്തും ഒക്കെയുള്ള ചതവുകളും. കൂലിപ്പണിയുള്ള ആളല്ലേ, കൂലിപ്പണി ചെയ്യുന്ന ആളല്ലേ. അതായത് പണ്ട് 50 കിലോ ചാക്കാണ് ഈ ആറാലമോട്, അത് ഇപ്പോഴാണ് 50 കിലോ ചാക്ക് വരുന്നത്. പണ്ടൊക്കെ 100 കിലോ ചാക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ലോഡ് ഇറക്കാൻ. അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ. ഈ 4 പാട്ടും യേശുദാസ് പാടി തന്നെയാ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തുകൂടെ? എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ. വടിയൊന്നുമില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. ആരോഗ്യത്തിന് ഒരു കുറവില്ല, കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യം. മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യം. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. കറക്റ്റ്, റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. അച്ഛനൊക്കെ ഇപ്പൊ അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനെ ഞാൻ തച്ചുകൊന്ന്